പറയൂ ജീവിതം. കൊറേ നേരം ജീവിതം എന്ന് വെച്ചാല് ഞാന് ഹസ്ബൻഡ് മോള് പിന്നെ എന്റെ വീട് ഫറൂഖ് ഫറൂഖാണ്. ഫാറൂഖ് കോളേജിൽ ഹയർ സെക്കൻഡറി പഠിച്ച ഫാറൂഖ് കോളേജാണ്. പിന്നെ ഹസ്ബൻഡിന്റെ വീട് വരുന്നത് കോട്ടൂളി, കോഴിക്കോട് കോട്ടൂളി എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഹസ്ബൻഡിന്റെ വീട്ടില് ഞാന്, ഹസ്ബൻഡ്, മോള്, അച്ഛൻ, ഹസ്ബൻഡിന്റെ വീട്ടിലും എന്റെ വീട്ടിലെ അമ്മ, പപ്പ, അനിയൻ, പിന്നെ ഹസ്ബൻഡിന് 2 ചേട്ടന്മാര്, ഒരു വൈഫ്, മക്കളും. അങ്ങനെ ലൈഫ് പോകുന്നു. പിന്നെ ഞാൻ ഒപ്റ്റോമെട്രിസ്റ്റ് ആണ് പ്രൊഫഷൻ, ബൈ പ്രൊഫഷൻ. അങ്ങനെ പറഞ്ഞാ കണ്ണിന്റെ അറിയില്ലേനി ഒപ്റ്റോമെട്രിസ്റ്റ്. ഞാൻ ഇപ്പൊ വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. പിന്നെ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിന് നന്ദി പറയണല്ലോ, ലീവ് തന്നിട്ടാ. തീർച്ചയായിട്ടും. അല്ല അത് ഞാൻ ജോലി ഒഴിവാക്കിയിട്ട് വരില്ല, ലീവ് തരുന്നുണ്ട് അവര്. മാസം ഒരു ഷെഡ്യൂൾ ഞാൻ ആദ്യം പറഞ്ഞോണ്ട് മുതലാളിക്ക് നന്ദി. അത് നമ്മള് പറയണമല്ലോ. എങ്ങനെയാ ഇപ്പൊ സ്കൂളിൽ പഠിക്കുമ്പോ എങ്ങനെ സ്കിറ്റ് ഒക്കെ ചെയ്ത് എല്ലാ കലാപരിപാടികൾക്കും പരിപാടി കൊടുക്കുന്ന ഒരു കലാപ്രതിഭയായിരുന്നു ദൃശ്യ? അങ്ങനെയൊക്കെ ചോദിച്ചാ പാട്ടിന് ഞാൻ പോകാറില്ല, കാരണം എനിക്ക് പാടാൻ അറിയില്ല. പാടുപെടും കേട്ടാൽ. അതെ, ഇവള് പാട്ടുകാരിയാ. അല്ല, ഞാൻ പാട്ടൊഴിച്ച് ബാക്കി എല്ലാ സാധനത്തിനും പങ്കെടുത്തിട്ടുണ്ട്, എല്ലാത്തിനും പങ്കെടുത്തിട്ടുണ്ട്. ഇഷ്ടമായിരുന്നു സ്റ്റേജിൽ കയറാൻ. പിന്നെ ഇങ്ങനെ നാണോ മനൊന്നും ഇല്ലാത്തോണ്ട് എല്ലാത്തിനും കേറും. അങ്ങനെ അതിന് മോണാക്ട്, നാടകം, വിജയനൊക്കെ ചെയ്യും അടിപൊളിയായിട്ട്. നമ്മൾ ആർട്സ് കോളേജിലേ, ഞാൻ മീൻചന്ത ആർട്സ് കോളേജിലാണ് പഠിച്ചത്. അപ്പൊ നമ്മുടെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് ഇങ്ങനെ അപ്പം നമ്മള് ഡിപ്പാർട്ട്മെന്റ് ജയിക്കണല്ലോ, അതിന് വേണ്ടിട്ട് പിന്നെ ബീസോൺ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് എന്തെങ്കിലും ആരും മത്സരിക്കും, നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ എല്ലാം ചെക്കന്മാരാ മത്സരം. അല്ല മിമിക്രി. ചെക്കന്മാര് ഇവര് ഭയങ്കര സംഭവം. ഒരു പെണ്ണ് പോയ സെറ്റായിരിക്കും, എനിക്കിവിടെ മിമിക്രി ചെയ്ത്. എനിക്ക് നാണല്ലോ, ഞാൻ പോയിട്ട് അവിടെ നിന്നിട്ട് മുന്നാലിരുന്ന് പേസുമ്പോ അത് സൈലന്റ് ആയിരിക്കണം. ഞാൻ തന്നെ വിജയ് വന്നു, സത്യം വന്നു, എല്ലാം ദൃശ്യടോ പച്ചമ്പി, എല്ലാ സാധനവും എല്ലാ സംഭവവും നമ്മൾ ഇറക്കി. പക്ഷെ എനിക്ക് സെക്കൻഡ് കിട്ടി. ഞാൻ ബീസോളൊക്കെ പോയി മത്സരിച്ച്. വേറെ ആരും മത്സരിക്കാൻ അതല്ല, തൊലിക്കട്ടിക്ക്. അന്ന് മുമ്പിലിരുന്ന് കൂവി വിളിച്ച കൂട്ടത്തിൽ എന്റെ ഭർത്താവ് ഉണ്ടായിരുന്നു. എന്റെ സൂപ്പർ സീനിയർ ആയിരുന്നു, ഞാൻ അറിഞ്ഞില്ല. ഇറങ്ങി പോടി എന്നൊക്കെ പറഞ്ഞു. ഇപ്പോഴും പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോടി. അതുകൊണ്ടാണ് ഷെഡ്യൂളിൽ വരുന്നത്. വീട്ടിൽ നിന്ന് ഇറക്കി വിടുമ്പോ ഇവിടെ വരും. ഞാൻ സ്കൂളിൽ എനിക്ക് പാട്ട് പാടും. അപ്പോഴും എനിക്ക് ഒറ്റയ്ക്ക് പാടാൻ ഭയങ്കര പേടിയാ. ഗ്രൂപ്പ് സോങ്ങിലൊക്കെ നിൽക്കുന്നല്ലാണ്ട് 1-2 പ്രാവശ്യം, ഒറ്റ പ്രാവശ്യം ഞാൻ നാടകമൊക്കെ ചെയ്തിട്ടുള്ളൂ. എനിക്ക് ഭയങ്കര സ്റ്റേജ് ഫിയർ ഉള്ള കൂട്ടത്തിൽ. സങ്കോചം. അതാ ഞാൻ പറഞ്ഞത്, ഗ്രൂപ്പിൽ നിന്ന് പാടുന്നല്ലാതെ ഗ്രൂപ്പ് സോങ്ങിലൊക്കെ സൈഡിൽ നിന്നിട്ട് പാടുന്നല്ല. പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം, അല്ലെ കല്യാണത്തിന് കുറച്ച് മുന്നേ ആയിട്ട് പാടാൻ ഇങ്ങനെ സ്റ്റേജിലൊക്കെ 1-2 പ്രാവശ്യം പോയി. അപ്പോഴും ഞാൻ ഇങ്ങനെ, പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ ഹസ്ബൻഡ് പാടും. അതുപോലെ ചെറിയൊരു മിമിക്രി ആർട്ടിസ്റ്റ് ഒക്കെ ആയിരുന്നു. അപ്പം പുള്ളി ധൈര്യം നിന്ന് ഭയങ്കര സപ്പോർട്ടാ. ഇങ്ങനത്തെ കലയായിട്ട് ഭയങ്കര ഇഷ്ടമുള്ള ആളാ, പാട്ട് പാടാൻ, അതുപോലെ ഇത് ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇഷ്ടം. കൗണ്ടറൊക്കെ പറഞ്ഞത് ഞങ്ങക്ക്. അതാണ്, വീട്ടില് സമാധാനം വേണമെന്നല്ല, അഴിച്ചു വിടൂല്ലേ നമ്മള് പശുവിനെയും കോഴീനെയൊക്കെ, അതുപോലെ അങ്ങോട്ട് വിടും. കോഴിയെ കറക്റ്റ് അല്ലേ, ഒരു കോഴീന്റെ കൂടെ അല്ലേ ഇവിടെ പാടും, നന്നായിട്ട് പാടും. ഈ ഷോ ഇറക്കല്ലേ, അങ്ങനെയൊക്കെ മാസ്റ്റർ പീസ് ഉണ്ട്, മറ്റേ പാടി കൊടുക്കും. വേറെ പാട്ടോ. ഓ മലാളെ നിന്നെയോർത്ത് കാത്തിരിപ്പിൻ സൂചി മുനയിൽ മമകിനാക്കൾ കോർത്ത് കോർത്ത് ഞാൻ നിനക്കൊരു മാല തീർത്തു, ഞാൻ നിനക്കൊരു മാല തീർത്തു, ഓ മലാളെ നിന്നെയോർത്ത്. ശരിക്കും കഴിവുള്ളതാണോ? ശരിക്കും കഴിവുള്ള ആളാണോ? അവള് മറ്റേ അങ്ങനെയൊക്കെ പറഞ്ഞ ആളാ. കല്യാണ വീടുകളിലൊക്കെ പോയിട്ട് നീ മായല്ലേ മഴവില്ലേ ഇത് മധുവിധ നാളല്ലേ
അങ്ങനെ അതാ ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇങ്ങനെ അല്ല പക്ഷെ ഇപ്പൊ സ്കിറ്റ് ഇപ്പൊ എങ്ങനെയാ, അത് നമ്മുടെ കംഫർട്ട് സോണിലെ സാധനല്ലേ? അതാ സത്യം. ഞാൻ ഈ ബമ്പർച്ചിരിയിൽ എന്റെ മോളൊരു വീഡിയോ, ആരാധകരുടെ വീഡിയോ എന്നിട്ട് മോളെ വീഡിയോ, കോവിഡിന്റെ സമയത്തല്ലേ ഇത് ഹിറ്റായത്. അപ്പം വീട്ടിലിങ്ങനെ ഇരിക്കുക, ജോലിക്കൊന്നും പോകുന്നില്ലല്ലോ. മോളൊരു വീഡിയോ എടുത്ത് അയച്ചു കൊടുത്ത സമയത്ത് അവര് എന്നാ വരുമോ പ്രോഗ്രാം ചെയ്യുമോന്ന് വെച്ച്. അപ്പം ഞാൻ വലിയൊരു ചാൻസ് അല്ലേ അത്. അപ്പൊ മോളെ ഇവര് വീഡിയോ കോൾ ചെയ്ത സമയത്ത് ഇവള് കരഞ്ഞ്. അപ്പൊ അവര് പറഞ്ഞു പിന്നെ വിളിക്കാം. അപ്പൊ എനിക്കൊരു എങ്ങനെയെങ്കിലും ആ ഫ്ലോറിൽ എത്തണം എന്നുള്ളൊരു സാധനം വാശിയായി. കുറേ പേരെടുത്ത് ഞാൻ ചോദിച്ചു നമുക്ക് ചെയ്താലോ എന്നൊക്കെയുള്ള. പിന്നെ ആദ്യം ഈ കോമാളിക്കളികളൊക്കെ ആദ്യമേ ഉണ്ട്. അപ്പൊ ഓരോരുത്തരടുത്ത് ചോദിച്ചപ്പോ ആരും ഇല്ല എന്ന് പറഞ്ഞു. പിന്നെയാണ് എന്റെ കസിന്റെ കല്യാണം കഴിയുന്നത്. അപ്പൊ അവള് ഇതുപോലെ ഇതിൽ ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്. അങ്ങനെ ഞാൻ അശ്വിനി എന്ന് പറയും, ഞാനും അശ്വിനിയും കൂടെയാണ് ആദ്യമായിട്ട് ചെയ്യുന്നത്. ഇതുപോലെ വീഡിയോ എടുത്ത് അയച്ചു കൊടുത്ത് സെലക്ട് ആവുന്നുള്ള പ്രതീക്ഷയൊന്നുമില്ല. പിന്നെ ഒരു കോൾ വന്നു ഒരു ദിവസം, പിന്നെ സെലക്ട് ആയിട്ടുണ്ടെന്ന്. അപ്പൊ ഞങ്ങൾ ഞെട്ടി, അമ്മേ മുമ്പളതോ എന്നൊക്കെ ചോദിച്ചു ഞങ്ങൾ. ഫസ്റ്റ് ഇവിടെ വന്ന് ഒറ്റ എപ്പിസോഡ് ചെയ്ത് പോവാ, ആ ഫ്ലോറിൽ കയറുക, ഒരു ചെയ്യാ പോവാന്നുള്ളതിലാണ് വന്നത്. പിന്നെ അന്ന് ഫസ്റ്റ് മാഡം ആയിരുന്നില്ലേ നമ്മളെ പ്രൊഡ്യൂസർ ശ്രുതി മാഡം ആയിരുന്നു. അപ്പം മാഡം പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്നുണ്ട്, അടുത്ത പ്രാവശ്യം വന്നു. അങ്ങനെ ഫസ്റ്റില് 8 എപ്പിസോഡ് ചെയ്തു. പക്ഷെ അതിൽ പച്ച പിടിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ ഞങ്ങൾ വേറായി വന്നതിന് ശേഷമാണ് എൻ്റെ ഒരു ഇതില് പെർഫോമൻസിൽ മാറ്റം വന്നത്. എൻ്റെ ഒരു ഐശ്വര്യം. ഞാൻ വരുമ്പോ ഇവരില്ല. ഞങ്ങള് സീസൺ 1 വരുമ്പോ 30ാമത്തെ എന്തോ എപ്പിസോഡായപ്പോ ഞങ്ങൾ വന്നു. ഞാനും വേറെ പേരും കൂടിയാണ് വന്നത്. വന്ന സമയത്ത് ഇതേപോലെ ഞങ്ങൾ വന്ന് കുറച്ച് കഴിഞ്ഞിട്ടല്ലേ നിങ്ങൾ വന്നല്ലേ? അങ്ങനെയാ വന്നേ. അപ്പൊ നമ്മള് വന്നിട്ട് വേറെ പേര്, എനിക്ക് വേറെ പേര്. പക്ഷെ ഞങ്ങള് തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, അവിടെ ഒരേ വൈബ് ആയതുകൊണ്ടേ. അപ്പൊ ഡിമ്പൊക്കെ സ്കിറ്റ് ചെയ്യണത്. പക്ഷെ അപ്പൊ നമ്മളൊരു പേരുണ്ടെങ്കിൽ ആ പേര് വേറെ ആളെ കൂടെ ചെയ്യാൻ പറ്റില്ലായിരുന്നു. അന്നും ഞാനും നിമിഷയായിരുന്നു ലേഡി പെയർ ആയിട്ടുണ്ടായത് അവിടെ. ഞങ്ങൾ അതിന് ലേഡി പെയർ എന്ന് പറയാൻ വേണ്ടിയിട്ടുണ്ടായത്. അപ്പൊ ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും പേര് മാറ്റാൻ പറ്റില്ല എന്നുള്ളൊരു ഇതായിരുന്നു. പിന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പിന്നെ ചെറിയ കാര്യങ്ങൾ അങ്ങനെ 5 മാസം വരെ ഞാൻ സ്കിറ്റ് ചെയ്യാൻ പോയിട്ടുണ്ട്. 5 മാസം വരെ ഉണ്ണിയപ്പൊക്കെ കൊടുത്തിട്ടാ ഇപ്പോഴും പറയും. ഉണ്ണിയപ്പോ അച്ചപ്പൊക്കെ തന്നൊരു ഫ്ലോർ ബമ്പർ അടിച്ചൊരു സമയത്ത് എനിക്ക് അതൊക്കെ തന്നിട്ട് എന്നെ പറഞ്ഞിട്ട് എന്നെ പറഞ്ഞിട്ട് ഞാൻ ഉളുപ്പില്ലാണ്ട് അടുത്ത ഷെഡ്യൂൾ പിന്നെയും വന്ന് വയറ് വെക്കുന്നവരെ ഞാൻ വന്ന്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു വർഷം ഗ്യാപ്പ് എടുത്തു. മോൻ 8 മാസമായി, ചോറൂണൊക്കെ കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം 8 മാസമായപ്പോ ഞങ്ങൾ പോയാലോ എന്നൊരു പ്ലാനായി. അപ്പൊ ഞങ്ങൾ ടെസ്റ്റ് ഡോസ് ആയിട്ട് 2 റീൽ എടുത്തിട്ട് ഇൻസ്റ്റയിലിട്ടു. അപ്പം എങ്ങനെ പോകുന്ന അറിയാം, കോംബോ എങ്ങനെ പോകുന്ന അറിയണല്ലോ. അപ്പൊ അത്യാവശ്യം നല്ല റീച്ച് ആയി, 2 റീലും നല്ല റീച്ച് ആയപ്പോ ഞങ്ങൾ ഓക്കെ കോൺഫിഡൻസ് ആയി. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് സ്കിറ്റ് ചെയ്യാൻ വേണ്ടി സീസൺ 2 പോവാ. ഇപ്പൊ ഒരു വർഷമായി. ബോക്സിംഗ് ഞങ്ങളെ 3ാമത്തെ സ്കിറ്റ്. ഇപ്പൊ എത്ര 14ാമത്തെ നമ്മള് ചെയ്ത് ഒരു വിധപ്പെട്ട എല്ലാം മെമ്പർ അടിച്ചിട്ടില്ലേ? 9 മെമ്പറോ 9.